വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തേൻ നിലാവ് അഥവാ തേൻ മിഠായിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള മാവാണ്. അത് ഏകദേശം 1.5 കപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് തേൻ മിഠായി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ അല്പം തിക്കായിട്ട് വേണം കേട്ടോ ബാറ്റർ ഇരിക്കേണ്ടത്. കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തേൻ മിഠായി ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ ഈ തിക്നെസ് എന്തായാലും വേണം. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഈ മാവ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഉപയോഗിക്കാനെടുത്ത മാവിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ തേൻ മിഠായി വാങ്ങിക്കുമ്പോൾ നല്ല കളറിലല്ലേ കിട്ടുക. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഒരല്പം ഫുഡ് കളർ കേട്ടോ. നമുക്ക് ആ പുറത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറ് ഓറഞ്ച് റെഡാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. റെഡ് വേണമെങ്കിൽ റെഡ് എടുക്കാം. അപ്പം ഞാനിതിൽ ഉപയോഗിച്ചത് ഓറഞ്ച് റെഡാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബേക്കിംഗ് സോഡ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചു വരണം. നൂൽപ്പരുവൊന്നും ആവണ്ട കേട്ടോ. നല്ല ഒരു തിക്കായിട്ട് വരില്ലേ, കുറച്ച് കുറുകി ഇങ്ങനെ വരില്ലേ, ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടായ ഒരു പാനിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വലിപ്പം വേണം അതേപോലെ ഒഴിക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഷുഗർ സിറപ്പിന് ചെറിയ ചൂട് വേണം കേട്ടോ, തണുത്തതിലേക്ക് ഇടരുത്. അപ്പോൾ ഞാനിങ്ങനെ ചൂടോടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചൂടുണ്ട് ഷുഗർ സിറപ്പിന്. ഇനി ഇതിനകത്ത് കിടക്കട്ടെ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പിൽ കിടക്കുന്ന ഈ തേൻ നിലാവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ പ്ലേറ്റിൽ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് പുറത്തുനിന്ന് കിട്ടുമ്പോൾ പഞ്ചസാര ഇങ്ങനെ അതിൻ്റെ മീതെ ഒരു കോട്ടിംഗ് ആയിട്ടല്ലേ കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് അതേ എഫക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ഇതിലൊന്ന് കോട്ട് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ആ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ തോന്നുള്ളൂ. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ തേൻ മിഠായി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.